ഇന്ന് നമുക്ക് ചീസ് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി 1 ലിറ്റർ പാല് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ വിനിഗറോ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വിനിഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വിനിഗർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പാലൊന്ന് പിരിഞ്ഞ് വരും. ഒന്ന് നമുക്ക് നന്നായിട്ട് ഫിൽറ്റർ ചെയ്ത് വയ്ക്കാം. നല്ലവണ്ണം വെള്ളം ഊറ്റി കളയണം. ചീസ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സി ജാറിൽ നമുക്ക് 2 കഷ്ണമായിട്ട് പൊടിച്ചിട്ട് അതിലേക്ക് ഒരു 6-7 കാഷ്യൂനട്ട് ഇട്ട് 2 സ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്ത് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതിലേക്ക് 2 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്ത് ഒന്നുകൂടി മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ഒരു അടി അടിച്ചിട്ട് വരാം. അതൊന്ന് നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നമുക്കതൊന്ന് കറക്റ്റ് ലെവലാക്കി കൊടുക്കാം. ചീസ് റെഡിയാക്കാൻ വേണ്ടി പാല് പിരിച്ചെടുത്ത് അത് മിക്സി ജാറിലെടുത്ത് 3 വലിയ ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 5 സ്പൂൺ ഷുഗർ ഇട്ട് കൊടുത്ത് അടിച്ചെടുത്തിട്ട് വരാം. ഇതിലേക്ക് 1 സ്പൂൺ കൂടി ഫ്രഷ് ക്രീമും 2 മുട്ട, ഇച്ചിരി വെനില എസൻസ് ഇത്രയും ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. ഇതിലേക്ക് 1 സ്പൂൺ വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുത്ത് അതൊന്ന് അടിച്ചെടുത്തിട്ട് വന്നത് ഈ ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ ബേക്കിംഗ് ട്രേയുടെ സൈഡ് അലുമിനിയം ബോയിലിംഗ് പേപ്പർ കൊണ്ട് സൈഡൊന്ന് ഞാൻ കവർ ചെയ്തേക്കുക. നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു കുഞ്ഞു പാത്രം ഉള്ളിൽ വെച്ച് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ ബേക്കിംഗ് ട്രേ നമുക്ക് അതിലേക്ക് വെച്ച് ഒരടപ്പെടുത്ത് അടച്ച് വയ്ക്കാം. അടപ്പ് കംപ്ലീറ്റ് ക്ലോസ് ചെയ്യാൻ പാടില്ല, ഇടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പ് വേണം. അത് കഴിഞ്ഞിട്ട് വേറെ ഒരു അടപ്പെടുത്ത് വെച്ച് നന്നായിട്ട് ക്ലോസ് ചെയ്ത് വെച്ച് ഒരു 40 മിനിറ്റ്സ് ഇത് ബേക്ക് ചെയ്തെടുക്കാം. 40 മിനിറ്റ്സ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഒന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. ഇവിടെ സ്ട്രോബെറി ചീസ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി സ്ട്രോബെറി ക്രഷ് എടുത്ത് നമുക്ക് ഒരു പാനിലിട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതേ സമയത്ത് 1 സ്പൂൺ കോൺഫ്ലോർ എടുത്ത് അത് ഇച്ചിരി വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ച് നന്നായിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. നെക്സ്റ്റ് ലെയർ റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഫിൽറ്റർ ചെയ്ത് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇച്ചിരി തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാം. സൈഡിലുള്ള സിൽവർ പേപ്പർ നമുക്ക് ഒന്ന് എടുത്ത് മാറ്റാം. ഒരു അടിപൊളി ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. നിങ്ങൾ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഇതേ മെഷർമെൻറ്റിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഇതേപോലെ നല്ല ഒരു അടിപൊളി സ്ട്രോബെറി ചീസ് കേക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.